ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കോട്ടൺ സ്കേർട്ടിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. 3 ലെയർ ഗ്യാതേർഡ് സ്കേർട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. 4 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 ലെയർ ഗ്യാതേർഡ് സ്കേർട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം തുണി വേണം. അപ്പോൾ ഞാനിപ്പോൾ തയ്ക്കുന്ന ആ ഒരു അളവിന് 4 മീറ്റർ കറക്റ്റാണ്. ഒട്ടും തന്നെ തുണി മിച്ചം വന്നിട്ടില്ല. പിന്നെ അതിൻ്റെ കൂടെ ക്രേപ്പിൻ്റെ ലൈനിങ് 2 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. കോട്ടൺ ലൈനിങ് തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾ നടക്കുമ്പോഴത്തേക്കും ആ ലൈനിങ് ഇങ്ങനെ ഉള്ളിലോട്ട് കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ക്രേപ്പിൻ്റെ ലൈനിങ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്കേർട്ടിൻ്റെ കട്ടിങ് വളരെ എളുപ്പമാണ്, മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വേണ്ടത് 29 ഇഞ്ചാണ് സ്കേർട്ടിൻ്റെ ലെങ്ത് വേണ്ടത്. അപ്പോൾ 3 ലെയർ ആണല്ലോ, അപ്പോൾ 29നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 9.5 ആണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടുമ്പോൾ 10.5 ഇഞ്ച് വീതിയിലാണ് നമ്മുടെ ഈ 3 ലെയറും ഇരിക്കുന്നത്. ഓക്കെ, 3 ലെയറും സെയിം നീളത്തിലാണ് എടുക്കുന്നത്. 10.5 ആ ഒരു അളവിലാണ് എടുക്കുന്നത്. പിന്നെ മുകളിലായിട്ട് ഞാൻ കെട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലാസ്റ്റിക്കും വെക്കാം. അപ്പോൾ ഇതിൻ്റെ കസ്റ്റമറിൻ്റെ ആണ്, അപ്പോൾ അവർക്ക് കെട്ട് മതി എന്ന് പറഞ്ഞതുകൊണ്ട് കെട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് വീതിയിൽ പടി വെച്ചിട്ട് നമുക്ക് അതിൽ കെട്ട് കയറ്റി കൊടുത്താൽ മതിയാവും. അപ്പോൾ ആ ഒരു ലെങ്ത് ഞാൻ ഇതിൽ നിന്ന് മൈനസ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഈ സ്കേർട്ടിൻ്റെ താഴ്ഭാഗം മടക്കി അടിക്കണം. അതുപോലെ തന്നെ മുകളിൽ പടി വെക്കുമ്പോഴത്തേക്കും അവിടെയും നമുക്ക് തയ്യൽ തുമ്പ് വേണം. അപ്പോൾ അതുമായിട്ട് ഇങ്ങനെ ബാലൻസ് ആയി പൊക്കോളും. ഇനി നമുക്ക് ഓരോ ലെയറിലും ചുരുക്കിയിടാനായിട്ട് എന്തോരം വീതം തുണി വേണമെന്ന് നോക്കാം, എന്തോരം നീളത്തിൽ തുണി വേണമെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് അരവണ്ണം വേണ്ടത് 34 ഇഞ്ചാണ്. പ്ലസ് 3 ഇഞ്ച് ഒരു ലൂസ് കൂടെ കൂട്ടിയിട്ട് 3 ഇഞ്ച് കൂട്ടുമ്പോഴത്തേക്കും നമുക്ക് 37 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ മുകളിലത്തെ ഏറ്റവും ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഈ 37 ഇൻറ്റു 2 എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ പിന്നെയും ഒരു 20 ഇഞ്ചോ അല്ലെങ്കിൽ 25 ഇഞ്ചോ ഒക്കെ എക്സ്ട്രാ കൂടെ തുണി എടുക്കണം. അപ്പോൾ ടോട്ടൽ എനിക്ക് 94 ഇഞ്ച് നീളത്തിലാണ് ഫസ്റ്റ് ലെയർ വേണ്ടത്. അപ്പോൾ സെക്കൻഡ് ലെയർ എന്ന് പറയുമ്പോൾ ഈ 94 ഇൻറ്റു 2 പ്ലസ് ഒരു 20 ഇഞ്ച് എക്സ്ട്രാ. മൂന്നാമത്തെ ലെയർ വരുമ്പോൾ അതിൻ്റെ ഇൻറ്റു 2 പ്ലസ് ഒരു 20 ഇഞ്ച് എക്സ്ട്രാ. അങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം ഇത്രയും നീളത്തിൽ നമുക്ക് തുണി വേണം. ഈ എക്സ്ട്രാ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ഡബിൾ എടുത്താൽ അവസാനം ചുരുക്കിയിട്ട് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ തികയാതെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു 20 ഇഞ്ചോളം എക്സ്ട്രാ എടുത്തിട്ട് ചുരുക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ തുണി ഞാനൊന്ന് 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. 4ആയിട്ടോ 8ആയിട്ടോ ഒക്കെ മടക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഓരോ ലെയറിൻ്റെയും ലെങ്തായ 10.5 ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ ഇങ്ങനെ. എന്നിട്ട് ഇവിടെ നിന്ന് താഴോട്ട് ടേപ്പ് പിടിച്ച് അടുത്ത ലെയർ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നീളത്തിൽ അതങ്ങ് മാർക്ക് ചെയ്തെടുത്തേക്കണം. എന്നിട്ട് താഴോട്ടും എത്രത്തോളം 10.5 മാർക്ക് ചെയ്യാൻ പറ്റുന്നു അതങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ എനിക്ക് 4 ലെയറായിട്ടാണ് കിട്ടുന്നത്. കറക്റ്റായിട്ട് 4 ലെയറിലും 10.5 വീതം നീളം കിട്ടുന്നുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ ലെയറിലേക്കും വേണ്ടത് കറക്റ്റായിട്ട് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണിക്കാനായിട്ട് ചെറുതായിട്ട് തോന്നുന്നതാണ്. കറക്റ്റ് അളവിലാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. അതിനുശേഷം ലൈനിങ് തുണി കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് നമ്മൾ 3 ലെയറായിട്ടല്ല സ്റ്റിച്ച് ചെയ്യുന്നത്, ഒറ്റ ലെയറായിട്ട് പ്ലീറ്റിട്ട് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത് എടുക്കുന്നത് 29 ഇഞ്ചായിരുന്നല്ലോ നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്. അതിൽ നിന്ന് 1.5 ഇഞ്ച് കുറച്ചിട്ട് 27.5 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് എടുക്കുന്നത്. പിന്നെ തുണിയുടെ വീതി എടുക്കുന്നത് നമുക്ക് ആവശ്യത്തിന് ചുരുക്കിയിട്ട് കൊടുക്കാൻ വേണ്ട രീതിയിൽ അങ്ങ് എടുക്കുവാണ്. ഇനി നമുക്ക് ഓരോ ലെയറിലായിട്ട് ചുരുക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ചുരുക്കിയിട്ട് കൊടുക്കാനായിട്ട് ഞാൻ എൻ്റെ മെഷീൻ്റെ നോർമൽ ഫൂട്ട് മാറ്റിയിട്ട് ഇതേപോലെ ഗ്യാതറിങ് ഫൂട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഗ്യാതറിങ് ഫൂട്ട് എങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടതെന്നും ഇതിൻ്റെ ഉപയോഗം എന്താണെന്നൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയിട്ട് വായോ. അപ്പോൾ അതായത് നമ്മുടെ ഫസ്റ്റ് ലെയറാണ്, നമ്മുടെ 3 ലെയറിൻ്റെ ഫസ്റ്റ് ലെയറാണ്. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ ഞാൻ ആദ്യമേ തന്നെ ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കുവാണ്. 1/2 ഇഞ്ച് താഴ്ത്തിയിട്ട് കണ്ടോ ഇതേപോലെ മുകളിൽ നിന്ന് 1/2 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഫൂട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് ചുരുക്കിയിട്ടെടുക്കാൻ പറ്റുന്നുണ്ട്.
ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഫൂട്ട് എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ നൂല് വലിച്ച് എങ്ങനെയാണ് ചുരുക്കിടുന്നതെന്നൊക്കെ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ഡീറ്റെയിൽ ആയിട്ടുള്ള അതിന് മാത്രമുള്ള വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നൂല് വലിച്ചിട്ട് ചുരുക്കിയിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇങ്ങനെ മടക്കി മടക്കി കൊടുത്ത് പ്ലീറ്റ് ഇട്ടാലും മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇതേപോലെയാണ് ഗ്യാദേഴ്സ് ഇട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഹിപ്പ് റൗണ്ടിൻ്റെ അത്രയും നീളത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ള തുണി കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. അഥവാ ചുരുക്കി ഇപ്പോൾ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ തുണി ഉണ്ടെങ്കിൽ അത് അടിച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇടയ്ക്ക് ഒന്നോ രണ്ടോ ചുരുക്കം ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ചുരുക്കിയിട്ട് എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ഞാനിവിടെ ചുരുക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ അടുത്ത 2 ലെയറും ചുരുക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഗ്യാതറിങ് ഫുട്ട് ഉപയോഗിച്ചുകൊണ്ട് ചുരുക്കിയിട്ടതുകൊണ്ട് നല്ല യൂണിഫോം ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഗ്യാദേഴ്സ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ. അപ്പോൾ നമ്മുടെ ഗ്യാതറിങ് ഫുട്ടിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ ഞാൻ സെക്കൻഡ് ലെയർ കൂടെ ഇതേപോലെ ചുരുക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ലെയറും ഞാൻ ചുരുക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല വിരിവിലായിരിക്കും നമുക്ക് ഈ ഒരു സ്കേർട്ട് കിട്ടുന്നത്. ചെറിയവർക്കാണെങ്കിലും അതുപോലെ തന്നെ വലിയവർക്കാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്കേർട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഈ 3 ലെയറും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ഒരു ഗ്യാതറിങ് ഫൂട്ട് മാറ്റിയിട്ട് നമുക്ക് നോർമൽ ഫൂട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടാണ് കേട്ടോ ഈ ഓരോ ലെയേഴ്സും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഗ്യാതറിങ് ഫൂട്ട് ഊരി മാറ്റി എന്നിട്ട് നമ്മുടെ നോർമൽ ഫൂട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഓരോ ലെയേഴ്സായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മുടെ സെക്കൻഡ് ലെയറാണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ലെയറിൻ്റെ പുറത്തോട്ട് ഈ മുകൾ ഭാഗത്തോട്ട് നമ്മുടെ ഫസ്റ്റ് ലെയറിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ് ആദ്യം നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, സെക്കൻഡ് ലെയറിൻ്റെ മുകൾ ഭാഗം, അതായത് ചുരുക്കിയിട്ട് ആ ഒരു ഭാഗത്തോട്ട് ഫസ്റ്റ് ലെയറിൻ്റെ താഴ്ഭാഗം ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുത്താണ് നമ്മൾ ആദ്യമേ തന്നെ ജോയിൻ ചെയ്തെടുക്കുന്നത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോൾ നല്ല വശവും ഒപ്പം വരത്തക്ക രീതിയിൽ ചേർത്ത് വെച്ചിട്ട് വേണം ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ഇതിൽ ഒറ്റ സ്റ്റിച്ച് കൊടുത്ത് മാത്രമാണ് ജോയിൻ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ സ്റ്റിച്ച് കൊടുത്തും ഇത് ജോയിൻ ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കാണിക്കാം. അടുത്തായിട്ട് നമുക്ക് തേർഡ് ലെയറും സെക്കൻഡ് ലെയറുമായിട്ടാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ മുകളിലിരിക്കുന്നത് സെക്കൻഡ് ലെയറാണ്. അതിൻ്റെ താഴ്ഭാഗത്തായിട്ടിരിക്കുന്നത് തേർഡ് ലെയറാണ്. കണ്ടോ, ഇത് തേർഡ് ലെയറാണ്. അപ്പോൾ അതിൻ്റെ പുറത്തോട്ട് നമ്മുടെ ഈ സെക്കൻഡ് ലെയർ ഇങ്ങനെ വെച്ച് കൊടുത്ത് ജോയിൻ ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയറും കൂടെ ജോയിൻ ചെയ്ത ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതും ജോയിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ലൈനിങ്ങിൻ്റെ തുണിയിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ആദ്യത്തെ ഒരു 1.5 ഇഞ്ച് പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതിനുശേഷം ചെറിയ ചെറിയ ഗ്യാദേഴ്സ് ഇങ്ങനെ കൈകൊണ്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹിപ്പിൻ്റെ അത്രയും നീളത്തിൽ, അതായത് 37 ഇഞ്ച് നീളത്തിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചുരുക്കിയിട്ടെടുത്തിട്ട് നമുക്ക് ഈ ലൈനിങ് തുണിയും നല്ല തുണിയും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ലൈനിങ് തുണി ആദ്യമേ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് നമ്മുടെ നല്ല സ്കേർട്ടിൻ്റെ തുണി ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരെ കാണുന്നത് നല്ല തുണിയുടെ നല്ല വശമാണ് കേട്ടോ. എന്നിട്ട് ഈ അറ്റങ്ങൾ തമ്മിൽ ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് മുകൾ ഭാഗത്ത് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ചുരുക്കമൊക്കെ കറക്റ്റായിട്ടൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്.
അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടറ്റം തമ്മിൽ ഇതിൻ്റെ ഒരറ്റമാണ്, അതുപോലെ തന്നെ അടുത്ത അറ്റവും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇത് രണ്ടും ഞാൻ ഒന്നൊപ്പം പിടിക്കുവാണ്. ലൈനിങ്ങും നല്ല തുണിയും ഒരുമിച്ച് പിടിക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് ഇരിക്കാനായിട്ട്. കണ്ടോ, ഇതേപോലെ. എന്നിട്ട് ഈ മുകളിൽ നിന്ന് താഴോട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത്രയും ഭാഗം നമ്മൾ ഓപ്പൺ ആക്കിയാണ് ഇടുന്നത്. കാരണം കെട്ടാണല്ലോ വെക്കുന്നത്. അപ്പോൾ കെട്ടിൻ്റെ അവിടെ നിന്ന് താഴോട്ട് കുറച്ചൊരു ഓപ്പൺ ആയിട്ടാണ് കിടക്കേണ്ടത്. അതിനുശേഷം ആ 1.5 ഇഞ്ചിൽ നിന്ന് താഴോട്ട് ഒരു 3 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയുമാണ് നമ്മൾ ലൈനിങ് നല്ല തുണി തമ്മിൽ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷം ലൈനിങ്ങും നല്ല തുണി സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 1.5 ഇഞ്ചിൽ നിന്ന് ഈ താഴോട്ട് 3 ഇഞ്ച് വരെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇതേപോലെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ച് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ലോക്ക് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. കണ്ടോ, ഇതേപോലെ. അതിനുശേഷം ഇതിൽ നിന്ന് നമ്മുടെ നല്ല തുണി മാത്രം ഇങ്ങനെ പുറത്തോട്ട് എടുക്കുക. ആദ്യമേ തന്നെ നമുക്ക് നല്ല തുണി രണ്ടും കൂടെ ജോയിൻ ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് ലൈനിങ് ജോയിൻ ചെയ്തെടുക്കുന്നത്. കണ്ടോ, നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയതിൽ നിന്ന് കുറച്ച് മുകളിൽ നിന്ന് തന്നെ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമെന്ന് തോന്നുന്നു. നമ്മുടെ സാധാരണ എല്ലാ വീഡിയോയിലും ഞാനിത് കാണിക്കാറുള്ളതാണ്. കണ്ടോ, ഇതേപോലെ രണ്ട് തുണിയും തമ്മിൽ ഒപ്പം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴത്തുനിന്ന് ലൈനിങ് തുണി മാറിക്കിടക്കുകയാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈനിങ് തുണിയിൽ സ്റ്റിച്ച് കയറാൻ പാടില്ല. അപ്പോൾ താഴെ വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തൂടെ ഞാൻ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് എടുക്കുകയാണ്. ഇനി നമുക്ക് ലൈനിങ് തുണി മാത്രം ഇതേപോലെ പുറത്തോട്ട് എടുക്കാം. എന്നിട്ട് ലൈനിങ് തുണി രണ്ടും തമ്മിൽ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഈ ലൈനിങ് തുണിയുടെ താഴ്ഭാഗം തേര് വശമാണ് കേട്ടോ. അതുകൊണ്ട് താഴ്ഭാഗം ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഇപ്പോൾ ഞാൻ മുകൾ ഭാഗത്ത് പടി വെച്ച് കൊടുക്കാനായിട്ട് തുണി മുറിച്ചെടുത്തിട്ടുണ്ട്. 3.5 ഇഞ്ച് വീതിയിലാണ് കേട്ടോ ഈ തുണി മുറിച്ചെടുത്തിരിക്കുന്നത്. നീളം നമ്മുടെ ഹിപ്പ് റൗണ്ടിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് സ്കേർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് ഇത് വെച്ച് കൊടുക്കുക. അത് നമ്മുടെ സ്കേർട്ടിൻ്റെയും ഈ തുണിയുടെയും നല്ല വശങ്ങൾ തമ്മിൽ ഒപ്പം വരത്തക്ക രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതേപോലെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഹിപ്പ് റൗണ്ട് ഫുള്ള് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഇതേപോലെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ ചുരിദാറിൽ സ്ലിറ്റ് ഇടത്തില്ലേ, ആ ഒരു രീതിയിൽ ഇതേപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ചെയ്താൽ നല്ല വൃത്തിയിലിരിക്കും കേട്ടോ. ആ ഒരു സ്ലിറ്റ് ഇരിക്കുന്ന പോലെ തന്നെ നല്ല വൃത്തിയിൽ ഇരിക്കുന്നതാണ്. കണ്ടോ, ഇതേപോലെ.
ഇനി നമുക്ക് ഈ ഒരു പടി ആദ്യമേ ഒന്ന് 1/4 ഇഞ്ച് മടക്കി കൊടുക്കുക. അതിന് ശേഷം ഒന്നുകൂടെ ഇതേപോലെ മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ചരട് കയറ്റി കൊടുത്താൽ മതിയാവും. അപ്പോൾ ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. ഇതേപോലെ ഹിപ്പ് റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അവസാനമായിട്ട് ഈ സ്കേർട്ടിൻ്റെ താഴ്ഭാഗം ഇതേപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് സമയം പിടിക്കും കേട്ടോ, കാരണം നല്ല നീളത്തിൽ നമുക്ക് ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ടാവും. അപ്പോൾ അതുകൂടെ ഒന്ന് ചെയ്തെടുത്താൽ നമ്മുടെ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു സ്കേർട്ടിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല വിരിവുള്ള സ്കേർട്ടാണ്. നിങ്ങൾക്കിങ്ങനെ കാണുമ്പോഴത്തേക്കും നല്ല ഒതുങ്ങി കിടക്കും, പക്ഷെ നല്ല വിരിവുള്ള സ്കേർട്ടാണ്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് സ്കേർട്ടാണ്. കണ്ടോ, നല്ല വിരിവുണ്ട് ഇതിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ആ വീഡിയോയുടെ അവസാനം ഇതിട്ടിട്ടുള്ള ഫോട്ടോ കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്